ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സ്ട്രാറ്റജി ഫെയിൽ ആവുന്നത്, അല്ലെങ്കിൽ ഒരു ഗുഡ് സ്ട്രാറ്റജി ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഫെയിൽ ആയി പോകുന്നു. അതായത് ഒരാൾ നമ്മുടെ ഫ്രണ്ട് സെയിം സ്ട്രാറ്റജി യൂസ് ചെയ്ത് പ്രോഫിറ്റബിൾ ആണ്. അതായത് അവൻ മന്ത് എൻഡ് ആകുമ്പോഴത്തേനും അവൻ പ്രോഫിറ്റബിൾ ആണ്. അതേസമയം നമ്മൾ അതേ സ്ട്രാറ്റജി കോപ്പി ട്രേഡ് ചെയ്യുകയാണ്. അതായത് അവൻ്റെ സ്ട്രാറ്റജി നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതേ സ്ട്രാറ്റജി നമ്മൾ കോപ്പി ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യണം. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഡേ പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ഡേ പ്രോഫിറ്റ് ആയിരിക്കും, തേർഡ് ഡേ ആകുമ്പോഴത്തേക്കും ലോസിലോട്ട് പോകും, ഫോർത്ത് ഡേ ലോസിലോട്ട് പോകും. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ്. നമുക്ക് എന്തായാലും നേരെ ചാർട്ടിലോട്ട് നോക്കാം. എന്താണ് നമ്മൾ ഒരാളുടെ സ്ട്രാറ്റജി കോപ്പി ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ട്രാറ്റജി പറഞ്ഞുതരാം. നമുക്ക് എൻ്റെ സ്ട്രാറ്റജി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ കാണുവാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റോക്സിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. വൺ ഓഫ് ദി സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. എനിക്ക് വർക്കാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അത് നിങ്ങളത് എങ്ങനെ യൂസ് ചെയ്യണമെന്നും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ജസ്റ്റ് നമുക്ക് ട്രേഡിംഗ് വ്യൂ ജസ്റ്റ് ഒന്ന് ഓണാക്കാം. ഓക്കെ, ദിസ് ട്രേഡിംഗ് വ്യൂ. ഇത് നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ ചാർട്ടാണ്. ഞാൻ പ്രീവിയസ് ആയിട്ട് പറഞ്ഞതുപോലൊക്കെ തന്നെ, അതായത് നമ്മുടെ സ്ട്രാറ്റജി ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സിൻ്റെ സ്ട്രാറ്റജിയാണല്ലോ. ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സ് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആ സ്ട്രാറ്റജിയിൽ ഞാൻ പറഞ്ഞൊന്നും 3-4 പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതായത് ഒരു കൺസോൾട്ടേഷൻ നടക്കണം, അതിൻ്റെ ആവറേജിൻ്റെ ഡബിൾ ദ വോളിയം വരണം. ഇതൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞിരുന്ന സ്ട്രാറ്റജി. അപ്പം നിങ്ങൾ ഈ സ്ട്രാറ്റജി ആക്സിസ് ബാങ്കിൽ ടെസ്റ്റ് ചെയ്യാണ്. ആക്സിസ് ബാങ്കിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 130 ഒക്കെ ആയപ്പോഴത്തേന് 1 ആയപ്പോഴത്തേന് ഇവിടെ മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. മൂവ്മെൻറ്റ്സ് ഉണ്ട്, അതായത് മീൻസ് ബെയറിഷ് മൂവ് ആയിരുന്നു. കൺസോൾട്ടേഷൻ മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. ഒരു 125 ഒക്കെ ആയപ്പോഴത്തേന് കൺസോൾട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. കൺസോൾട്ടേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനൊക്കെ നിങ്ങൾ വിചാരിച്ച് കാണും, ഓക്കെ, ഗുഡ് കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഒരു നല്ല ക്യാൻഡിൽ വരണം, ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരിക്കണം, അത് കഴിഞ്ഞിട്ട് ഡബിൾ ദ വോളിയം വേണം. അതൊക്കെ ആയിരിക്കും നിങ്ങൾ അസ്യൂം ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഈ കൺസോൾട്ടേഷൻ ഫേസ് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുമ്പോൾ 35K, 36K, 40, 55 ഇങ്ങനെയൊക്കെയാണ് വന്നേക്കുന്നത്. അത് കഴിയുമ്പോഴത്തേന് നേരെ ഈ ക്യാൻഡിൽ വന്നു. ഈ ക്യാൻഡിൽ വന്നപ്പോഴത്തേന് 58K, 35Kന്ന് 58Kയിലോട്ട് പോയി. 58Kയിലോട്ട് പോയപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും വിചാരിച്ചു, ഓക്കെ, നല്ലൊരു വോളിയം അപ്പ് ആയിട്ടുണ്ട്, നമുക്ക് ഈ എൻട്രി എടുക്കാം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും നെക്സ്റ്റ് ക്യാൻഡിൽ എൻട്രി പ്ലേസ് ചെയ്ത് കാണും. എൻട്രി പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ SL പൊതുവെ സ്വിംഗ് ലോയിൽ വെക്കുക, 1:1 റേഷ്യോയിൽ ടാർഗറ്റ് സെറ്റ് ചെയ്യുക, 1:1 ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ഇവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈസി ആയിട്ട് SL അടിച്ചു. ഞാൻ പറഞ്ഞ അതേ സ്ട്രാറ്റജിയാണ് നിങ്ങൾ യൂസ് ചെയ്തത്. സെയിം കൺസോൾട്ടേഷൻ, വോളിയം അപ്പായി. പക്ഷേ ഞാൻ പറഞ്ഞതിൽ നിങ്ങളെല്ലാം എല്ലാ ക്രൈറ്റീരിയയും നിങ്ങൾ ട്രൈ ചെയ്തായിരുന്നു. അതായത് ഇതിലെല്ലാ ക്രൈറ്റീരിയയും ഉണ്ടോ? എല്ലാ ക്രൈറ്റീരിയയും പ്രോപ്പറായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഡബിൾ ദ വോളിയം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബിൾ ദ വോളിയം വേണം. പക്ഷേ ഇവിടെ ഡബിൾ ദ വോളിയം ഉണ്ടോ? 58K ഉള്ളൂ. അല്ലെങ്കിൽ ഡബിൾ ദ വോളിയത്തിന് മേലിൽ വേണം, 58K ഉള്ളൂ. ഇപ്പോൾ 36ൻ്റെ തന്നെ, അതായത് ഇതിൻ്റെ മുന്നത്തെ ക്യാൻഡിൽ 35Kൻ്റെ തന്നെ ഡബിൾ എടുക്കുവാണെങ്കിലും 65 മേളിലൊക്കെ വരേണ്ടതാണ്, 70ക്ക് മേളിലൊക്കെ വരേണ്ടതാണ്. പക്ഷേ ഇവിടെ 60K ഉള്ളൂ. എന്നിട്ടും നിങ്ങൾ ഈ എൻട്രി എടുത്തു. ബിക്കോസ് നിങ്ങൾക്കൊരു എൻട്രി വേണമായിരുന്നു. ഒരു എൻട്രി, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു എൻട്രി വേണം. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു കൺഫർമേഷൻ ഉണ്ടോ നോക്കാതെ നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻട്രി എടുത്തു. പിന്നെ വേറൊരു പ്രശ്നമുണ്ട് ഇവിടെ. ഇത് കണ്ടോ, ഒരു ഹാമർ ക്യാൻഡിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രോപ്പർ ബൈയിങ് ക്യാൻഡിലായിരിക്കണം വേണ്ടത്. പക്ഷേ ഈ ഹാമർ ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ്, പക്ഷേ അതൊരു പ്രോപ്പറായിട്ടൊരു ക്യാൻഡിൽ അല്ല. അതുകൊണ്ടും കൂടെയാണ് ഇവിടെ SL അടിച്ചത്. മെയിൻലി ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അകത്ത് കയറിയിട്ടില്ല. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ടിസിപ്പേറ്റ് നടന്നിട്ടില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ടിസിപ്പേറ്റ് നടന്നാലാണ് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആകത്തുള്ളൂ. ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സിൻ്റെ സ്ട്രാറ്റജിയാണിത്. അപ്പം ഇതെന്തായാലും ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ SL അടിച്ച കാര്യം എന്ന് പറയുമ്പോൾ. നമുക്ക് വേറെയും ഒരു ചാർട്ടിൽ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ വേറെ ചാർട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. TCS എടുത്ത് നോക്കാം. TCS എടുക്കുമ്പോഴത്തേന്
ടി സി എസിൽ 12:30 നമുക്ക് എൻ്റർ ചെയ്യില്ല, 12:45 എൻ്റർ ചെയ്യില്ല. ഓക്കെ, അത് കഴിയുമ്പോഴത്തേന് 13 1:30 1:30 4 ആയപ്പോഴത്തേന് ഒരു മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്, ബെയറിഷ് മൂവ്മെൻ്റ് ആണ്. നമുക്ക് ബെയറിഷ് മൂവ്മെൻറ്റിലൊന്നും നമുക്ക് എൻ്റർ ചെയ്യില്ല. കൺസോൾട്ടേഷൻ വേണം, 5-6 ക്യാൻഡിൽസ് കൺസോൾട്ടേഷൻ വേണം. വോളിയം ഡ്രൈവ് ആയിരിക്കണം. അതേ സമയത്താണ്ട് ഇവിടെ നോക്കുമ്പോഴത്തേന് കാണാൻ പറ്റും. വോളിയം നിങ്ങൾക്ക് ഇവിടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവരും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ആ ക്യാൻഡിലിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോഴത്തേന് കാണാൻ പറ്റും 23K, 7K, 15K, 18K. അത് കഴിയുമ്പോഴത്തേന് ഡബിൾ ദ വോളിയം, 18ൻ്റെ ഡബിളിൻ്റെ മേളിലുള്ള വോളിയം, ഐ മീൻ ഇതിൻ്റെ ആവറേജിൻ്റെയൊക്കെ 23 ഡബിൾ ദ വോളിയമാണ് ഇവിടെ വന്നേക്കുന്നത്. 40K എന്ന് പറഞ്ഞിട്ട് വോളിയമാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പം കൺഫർമേഷൻ ആണ്. കൂടാതെ ഒരു ബൈയിങ് ക്യാൻഡിലും കൂടെ ആണ് ഇവിടെ നടന്നേക്കുന്നത്. ഒരു പ്രോപ്പർ ബൈയിങ് ക്യാൻഡിൽ എന്നൊക്കെ പറയാം, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയാം. അത് കഴിയുമ്പോൾ നമുക്ക് നേരെ ട്രേഡ് എടുക്കാം. സെക്കൻഡ് എല്ലാ ക്രൈറ്റീരിയയും ഇവിടെ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അതായത് ഒരു കൺസോൾട്ടേഷൻ നടന്നു, വോളിയം ഇല്ലാത്തൊരു കൺസോൾട്ടേഷൻ, അത് കഴിഞ്ഞിട്ട് വോളിയം ഉള്ള ഒരു ബ്രേക്ക് തന്നു, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ, എൻട്രി എടുക്കുക, SL പ്ലേസ് ചെയ്യുക, SL കറക്റ്റ് സ്വിംഗ് ലോയിൽ പ്ലേസ് ചെയ്യുക, SL കറക്റ്റ് സ്വിംഗ് ലോയിൽ പ്ലേസ് ചെയ്യുക, ടാർഗറ്റ് 1:1 റേഷ്യോയിൽ സെറ്റ് ചെയ്യുക, 1:1 റേഷ്യോയിൽ സെറ്റ് ചെയ്യുക. ഇത് കാണാൻ പറ്റും സൂപ്പറായിട്ട്. ഒരു 10 മിനിറ്റ്സ്, എത്ര മിനിറ്റ്സാണ്, 14:30 നമ്മൾ ട്രേഡ് എടുത്തു. 15 ആയപ്പോഴത്തേന് ഒരു 30 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ തന്നെ 30 മിനിറ്റ്സ് കൊണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്തു, സൂപ്പറായിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ജസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ ഇവിടെ നടന്നെങ്കിലും പിന്നെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടായത്, റീടെസ്റ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടായത് നേരെ നമ്മുടെ ടാർഗറ്റിലേക്കാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. അതുപോലെ ഞാൻ നേരത്തെ ഒന്നുകൂടെ പറഞ്ഞുതരാം ആക്സിസ് ബാങ്കിൽ എന്താ സംഭവിച്ചതെന്ന്, SL അടിക്കാൻ എന്താ സംഭവിച്ചതെന്ന്. നമ്മൾ TCSൽ കണ്ടതുപോലെ ഇവിടെ ഡബിൾ ദ വോളിയം ഇല്ല. നോക്കിക്കഴിഞ്ഞാൽ അറിയാം 60 ഉള്ളൂ. പ്രീവിയസ് ക്യാരിൽ നോക്കുകയാണെങ്കിൽ 35, 36, 40 ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ 60 ഉള്ളൂ. 60 ഒരു ഗുഡ് വോളിയം അല്ല, അതുപോലെ ഒരു നല്ല ക്യാൻഡിലും അല്ല. ഞാൻ പറഞ്ഞേക്കുന്ന 3 കാര്യത്തിൽ 2 ഇതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ ആക്സിസ് ബാങ്കിൽ SL അടിച്ചത്. അതുപോലെ ഒരു മണി ടൈമിലാണ് ഇത് വന്നത്. പക്ഷെ അത് കഴിയുമ്പോഴത്തേന് ഇതിൽ എൻട്രി വന്നപ്പോഴത്തേന് ഒരു 2 മണിയായി. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ TCSൽ അടിപൊളി ഒരു എൻട്രി കിട്ടിയാണ്. അതിൽ വേറെ സ്റ്റോക്സിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം നമുക്ക്. ഇത് 12:45 വേണ്ട 1 മണി. ഓക്കെ, ഇവിടെ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. കൺസോൾട്ടേഷൻ ഇൻ ദ സെൻസ് ഈ ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ എന്ന് പറയാം. നമുക്ക് നോക്കാം 1838, 93, 48, 55, 100 നോക്കുവാണെങ്കിൽ ഓക്കെ 93 കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, 93 മാറ്റി വെച്ചാലും നമുക്കൊരു ആവറേജ് കിട്ടുന്നില്ല, ഒരു വോളിയം എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നില്ല. പക്ഷേ ഇതൊരു ഗുഡ് ബൈയിങ് ക്യാൻഡിലാണ്. പക്ഷേ ഇത് നമ്മുടെ ഒരു എൻട്രി ആയിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ഒരു വോളിയത്തിൻ്റെ ഡബിൾ കാണുന്നില്ല. കാരണം ഓൾറെഡി ഇവിടെ ഒരു 93 വോളിയം വന്നിരുന്നു. അതുകൊണ്ടൊരു വോളിയം ക്യാൻഡിൽ വോളിയം ഇതിനകത്തില്ല. പക്ഷെ ഒരു ബൈയിങ് ക്യാൻഡിലാണ്. പക്ഷേ നമ്മുടെ സ്ട്രാറ്റജി അല്ലത്. പക്ഷേ ഇതൊരു മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. 1:2 റേഷ്യോയിലൊക്കെ ഈ ഒരു സ്ട്രാറ്റജി മൂവ് ചെയ്തിട്ടുണ്ട്. അല്ല, ഈ ഒരു സ്റ്റോക്ക് ഹിൻഡാൽക്കോ എന്ന് പറയുന്ന സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ചുള്ളതല്ല. SBIലോട്ട് പോകും. SBIയിൽ പോകുമ്പോഴത്തേന് ഇവിടെ എന്തെങ്കിലും എൻട്രി ഉണ്ടോ നോക്കാം. 1:30 1 PM ഒക്കെ ആയപ്പോഴത്തേന് ഒരു മൂവ്മെൻ്റ് ഒന്നുമില്ല. 1:30 ആയപ്പോഴത്തേന് 1:10 ഒക്കെ ആയപ്പോഴത്തേന് ഒരു കൺസോൾട്ടേഷൻ ഫേസ് നടക്കുന്നുണ്ട്. 50, 116, 66 എന്ന് പറയുന്നൊരു ഒരു കൺസോൾട്ടേഷൻ നടന്നു. അതുപോലെ തന്നെ 100 എന്ന് പറഞ്ഞൊരു വോളിയം അപ്പുമായി. പക്ഷെ അവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം 166 എന്ന് പറയുന്നൊരു വോളിയം ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എൻട്രി അല്ല. ഇതൊരു സെല്ലിങ് ക്യാൻഡിലാണ് 116 വന്നെങ്കിലും പക്ഷേ ഇതൊരു വോളിയം അവിടെ ഒരു അപ്പ് വന്നിട്ടുണ്ടായതുകൊണ്ട് ഇതൊരു പെർഫെക്റ്റ് ക്യാൻഡിൽ വേണമെങ്കിൽ റിസ്ക് ക്യാൻഡിലായിട്ട് എടുക്കാം, റിസ്ക് എൻട്രി ആയിട്ട് എടുക്കാം. കാരണം റെഡ് ക്യാൻഡിലാണ് ഇവിടെ 116 വന്നത്. ബാക്കി രണ്ടും വന്നത് 50, 60 റേഞ്ചിലാണ്. അല്ല, റിസ്ക് ക്യാൻഡിലായിട്ട് എടുക്കാം, റിസ്ക് എൻട്രി ആയിട്ടും പറ്റില്ല. അത് ഡബിൾ ദ വോളിയം ഒന്നും വന്നില്ല. അതുകൊണ്ട് ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല.
ഇതുപോലാണ്. ഇപ്പോൾ ഡബിൾ ദ വോളിയം ഒന്നുമല്ല, നമുക്ക് ചുമ്മാ എൻട്രി എടുക്കാൻ പറ്റില്ല. ഒരു ബൈയിങ് ക്യാൻഡിൽ ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എൻട്രി, ഇവിടെ ബൈയിങ് ക്യാൻഡിലാണ് പക്ഷേ വോളിയം ഇല്ല. ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് ട്രേഡേഴ്സിൽ പറ്റുന്ന കാര്യം എന്ന് പറയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് HDFC നോക്കുവാണെങ്കിൽ HDFCയിൽ ഇവിടെ എല്ലാം ഒരു കൺസോൾട്ടേഷൻ ഒന്നുമല്ല, നല്ല വോളിയം, ഒരു വോളിയം അപ്പോൾ ഒന്നും കാര്യങ്ങളൊന്നും കാണുന്നില്ല. HDFC കഴിഞ്ഞു. REC എടുക്കുവാണെങ്കിലും ബേസിക്കലി ട്രേഡേഴ്സ് ഫെയിൽ ആവുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ മാർക്ക് ചെയ്തതാണ്, നേരത്തെ വീഡിയോയ്ക്ക് വേണ്ടി മാർക്ക് ചെയ്ത് വെച്ചാണ്. ഓക്കെ, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു 23, 17 എന്ന് പറയുന്നൊരു ഒരു കൺസോൾട്ടേഷൻ ഫേസ് നമുക്ക് കാണാൻ പറ്റും. കൺസോൾട്ടേഷൻ ഫേസ് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കി കഴിയുമ്പോൾ കാണാം ഒരു 32K, 17 ഡബിൾ ആകുമ്പോഴത്തേന് 17 ഡബിൾ ഇപ്പോഴും ആയിട്ടില്ല. 17 ഡബിൾ എന്തായാലും ഇവിടെ വന്നിട്ടില്ല. ഇതിൻ്റെ ആവറേജിൻ്റെ ഡബിൾ 17 ആണ് ഇവിടെ 2 ക്യാൻഡിലായിട്ട് വന്നേക്കുന്നത്. 17 ക്യാൻഡിലിൻ്റെ ഡബിൾ ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു 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 ക്യാൻഡിൽ ഫോം ആയെങ്കിലും പെർഫെക്റ്റ് ബൈയിങ് ക്യാൻഡിൽ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഇതിൻ്റെ വിക്സ് ഒക്കെ കുറവായിരുന്നെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. പക്ഷേ ഇവിടുന്ന് എൻട്രി എടുത്താലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെയും പ്രശ്നം ഡബിൾ ദ വോളിയം ഇല്ലായിരുന്നു എന്നുള്ള പ്രശ്നമാണ്. ഇതിൻ്റെ പ്രശ്നം വോളിയം ഇല്ല, പക്ഷെ ഒരു കൺസോൾട്ടേഷൻ നടന്നിരുന്നു. 1.1 എടുത്താലും 1:1 റേഷ്യോ എടുത്താലും ഇവിടെ അല്ല. ഇതിൻ്റെ പ്രശ്നം ഒരു ഗുഡ് ബൈയിങ് ക്യാൻഡിൽ ഇല്ല, പക്ഷെ കൺസോൾട്ടേഷൻ നടന്നിരുന്നു, പക്ഷെ ഒരു ഗുഡ് ബൈയിങ് ക്യാൻഡിൽ ഇല്ല, വിത്ത് വോളിയം ഇല്ല. അതാണ് RECയിൽ നടന്നത്, SBIയിൽ നടന്നത്. ICIC നോക്കുവാണെങ്കിൽ ICICയിലല്ല. ഓക്കെ, ഇത് LTയിലുണ്ടോ നോക്കാം. LTയിൽ നോക്കുവാണെങ്കിലും 13 ഒരു കൺസോൾട്ടേഷൻ നടന്ന ഒരു ബൈയിങ് ക്യാൻഡിലൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, ഇവിടെ ആയിട്ടുള്ള കൺസോൾട്ടേഷൻ ഇല്ല, വലിയ കൺസോൾട്ടേഷൻ ഇല്ല. അതായത് 1, 2, 3 ക്യാൻഡിൽസ് ഒക്കെ ഉള്ളു കൺസോൾട്ടേഷൻ എന്ന് പറയാൻ തന്നെ ഉള്ളൊരു ക്യാൻഡിൽ. കൺസോൾട്ടേഷൻ പറയാനുള്ള ഈ 2 ക്യാൻഡിലൊക്കെ ഒരു പെർഫെക്റ്റ് കൺസോൾട്ടേഷൻ തന്നെ, ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയാം. പക്ഷേ ഇത് കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. അതുകൊണ്ട് LTയിൽ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഗെയിലിൽ നമുക്ക് എൻട്രി വന്നിട്ടുണ്ട്, നോക്കാം. ഗെയിലിൽ ഇതായിട്ടൊരു ബൈയിങ് ക്യാൻഡിൽ, ഗുഡ് ബൈയിങ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇതൊരു കൺസോൾട്ടേഷൻ ഫേസ് ആണ്. ഇതൊരു കൺസോൾട്ടേഷൻ ഫേസ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ ഒരു അറിയാം. മാർക്കറ്റ് സൈഡ് വേസ് ആയിട്ട് ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്തൊരു മാർക്കറ്റാണ്. സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കൺസോൾട്ടേഷൻ ആയിരുന്നു. അതിൻ്റെ നമുക്ക് വോളിയംസ് നോക്കാം. വോളിയംസും കൂടെ ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് എൻട്രി ചെയ്താൽ 24, 39, 16, 27 കഴിഞ്ഞിട്ട് 115 ആണ്. ഡബിൾ ദ വോളിയത്തിന് മേളിലുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ 39, 40 ഇതൊക്കെയാണ്. 50 പോലും റേഞ്ചില്ല. ഇത് 115 ഉണ്ട്. അപ്പോൾ എന്തായാലും ഡബിൾ ദ വോളിയം ഉണ്ട്. അത് നമുക്ക് ഇത് എന്തായാലും കൺസിഡർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ആകുന്നത്. ജസ്റ്റ് എൻ്റർ പ്ലേസ് ചെയ്യുക. SL വരുമ്പോൾ സ്വിംഗ് ലോ എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെയാണ് സ്വിംഗ് ലോ വരുന്നത്. 1:1 റേഷ്യോയിൽ വന്നിട്ടുണ്ടോ നോക്കാം. സൂപ്പറായിട്ട് 1:1 റേഷ്യോയിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി, ജസ്റ്റ് ഒരു റീടെസ്റ്റ് നടന്നിട്ട് നേരെ 1:1 മൂവ്മെൻറ്റ് 1:1 റേഷ്യോയിൽ നമുക്ക് ഹിറ്റായി. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം SBIയിലും TCSയിലും വന്ന TCSയിലല്ല ആക്സിസ് ബാങ്കിലും SBIയിലൊക്കെ നമ്മൾ എൻട്രി എടുത്തിരുന്നു. പക്ഷേ എന്തുകൊണ്ട് SL ഹിറ്റായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. SBIയിലൊക്കെ എൻട്രി എടുത്തിരുന്നു, പക്ഷേ എന്തുകൊണ്ട് SL ഹിറ്റായെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഒരു ഡബിൾ ദ വോളിയം ഇല്ല, പെർഫെക്റ്റ് ക്യാൻഡിലല്ല. അതേ സെയിം സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്തിട്ടും ഒരു സെയിം സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്തത്, പക്ഷേ ഒരു ഇതില്ല. എന്തുകൊണ്ട് നമ്മൾ ഫെയിലായി? നമ്മൾ എല്ലാ ക്രൈറ്റീരിയസും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല. നമ്മുടെ ഒരു എൻട്രി വരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അത് മോഡിഫൈ ചെയ്താൽ അത് പിന്നെ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് ആ സ്ട്രാറ്റജി നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തായാലും സാറ്റിസ്ഫൈ ആയിരിക്കണം ആ സ്ട്രാറ്റജി യൂസ് ചെയ്യുകയാണെങ്കിൽ. ബേസിക്കലി അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു എൻട്രി പക്കയായിട്ട് വർക്ക് ആവത്തുള്ളൂ.
എന്തായാലും ഇത്രയാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. നമുക്ക് ഹിൻഡാൽക്കോയിലോട്ട് പോകാം. ഹിൻഡാൽക്കോയിൽ നോക്കുമ്പം ഹിൻഡാൽക്കോ അല്ല, HDFC SBIയിലോട്ട് പോകും. SBIയിൽ പോകുമ്പോഴത്തേന് ഇവിടെ എന്തെങ്കിലും എൻട്രി ഉണ്ടോ നോക്കാം. 1:30 1 PM ഒക്കെ ആയപ്പോഴത്തേന് ഒരു മൂവ്മെൻ്റ് ഒന്നുമില്ല. 1:30 ആയപ്പോഴത്തേന് അല്ല 1:10 ഒക്കെ ആയപ്പോഴത്തേന് ഒരു കൺസോൾട്ടേഷൻ ഫേസ് നടക്കുന്നുണ്ട്. 50 116 66 എന്ന് പറയുന്നൊരു ഒരു ഒരു കൺസോൾട്ടേഷൻ നടന്നു. അതുപോലെ തന്നെ 100 എന്ന് പറഞ്ഞൊരു വോളിയം അപ്പുമായി. പക്ഷെ അവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം 166 എന്ന് പറയുന്നൊരു വോളിയം ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എൻട്രി അല്ല, ഇതൊരു സെല്ലിംഗ് ക്യാൻഡിലാണ് 116 വന്നെങ്കിലും പക്ഷേ ഇതൊരു വോളിയം അവിടെ ഒരു അപ്പ് വന്നിട്ടുണ്ടായതുകൊണ്ട് ഇതൊരു പെർഫെക്റ്റ് ക്യാൻഡിൽ വേണമെങ്കിൽ റിസ്ക് ക്യാൻഡിലായിട്ട് എടുക്കാം, റിസ്ക് എൻട്രി ആയിട്ട് എടുക്കാം. കാരണം റെഡ് ക്യാൻഡിലാണ് ഇവിടെ 116 വന്നത്, ബാക്കി രണ്ടും വന്നതും 50 60 റേഞ്ചിലാണ്. അല്ല, റിസ്ക് ക്യാൻഡിലായിട്ടും എടുക്കാം, റിസ്ക് എൻട്രി ആയിട്ടും പറ്റില്ല, അത് ഡബിൾ വോളിയം ഒന്നും വന്നില്ല, അതുകൊണ്ട് ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് ഇപ്പോൾ ഡബിൾ ദ വോളിയം ഒന്നുമല്ല, നമുക്ക് ചുമ്മാ എൻട്രി എടുക്കാൻ പറ്റില്ല. ഒരു ബൈയിങ് ക്യാൻഡിലാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എൻട്രി, ഇവിടെ ബൈയിങ് ക്യാൻഡിലാണ് പക്ഷേ വോളിയം ഇല്ല. ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് ട്രേഡേഴ്സിൽ പറ്റുന്ന കാര്യം എന്ന് പറയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് HDFC നോക്കുവാണെങ്കിൽ HDFCയിൽ ഇവിടെ എല്ലാം ഒരു കൺസോൾട്ടേഷൻ ഒന്നുമല്ല, നല്ല വോളിയം, ഒരു വോളിയം അപ്പോൾ ഒന്നും കാര്യങ്ങളൊന്നും കാണുന്നില്ല. HDFC കഴിഞ്ഞു. REC എടുക്കുവാണെങ്കിലും ബേസിക്കലി ട്രേഡേഴ്സ് ഫെയിൽ ആവുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ മാർക്ക് ചെയ്തതാണ്, വീഡിയോയ്ക്ക് വേണ്ടി മാർക്ക് ചെയ്ത് വെച്ചാണ്. ഓക്കെ, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു 23 17 17 എന്ന് പറയുന്നൊരു ഒരു കൺസോൾട്ടേഷൻ ഫേസ് നമുക്ക് കാണാൻ പറ്റും. കൺസോൾട്ടേഷൻ ഫേസ് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കി കഴിയുമ്പോൾ കാണാം ഒരു 32K 17 20 17 ഡബിൾ ആകുമ്പോഴത്തേന് 17 ഡബിൾ ഇപ്പോഴും ആയിട്ടില്ല. 17 ഡബിൾ എന്തായാലും ഇവിടെ വന്നിട്ടില്ല. ഇതിൻ്റെ ആവറേജിൻ്റെ ഡബിൾ 17 ആണ് ഇവിടെ രണ്ട് ക്യാൻഡിലായിട്ട് വന്നേക്കുന്നത്. 17 ക്യാൻഡിലിൻ്റെ ഡബിൾ ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു 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 ക്യാൻഡിൽ ഫോം ആയെങ്കിലും പെർഫെക്റ്റ് ബൈയിങ് ക്യാൻഡിൽ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഇതിൻ്റെ വിക്സ് ഒക്കെ കുറവായിരുന്നെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. പക്ഷേ ഇവിടുന്ന് എൻട്രി എടുത്താലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെയും പ്രശ്നം ഡബിൾ ദ വോളിയം ഇല്ലായിരുന്നു എന്നുള്ള പ്രശ്നമാണ്. ഇതിൻ്റെ പ്രശ്നം വോളിയം ഇല്ല, പക്ഷെ ഒരു കൺസോൾട്ടേഷൻ നടന്നിരുന്നു. 1.1 എടുത്താലും 1:1 റേഷ്യോ എടുത്താലും ഇവിടെ എസ് അല്ല. ഇതിൻ്റെ പ്രശ്നം ഒരു ഗുഡ് ബൈയിങ് ക്യാൻഡിൽ ഇല്ല, പക്ഷെ കൺസോൾട്ടേഷൻ നടന്നിരുന്നു, പക്ഷെ ഒരു ഗുഡ് ബൈയിങ് ക്യാൻഡിൽ ഇല്ല, വിത്ത് വോളിയം ഇല്ല. അതാണ് RECയിൽ നടന്നത്, SBIയിൽ നടന്നത്. ICICI നോക്കുവാണെങ്കിൽ ICICIയിലില്ല. ഓക്കെ, ഇത് LTയിലുണ്ടോ നോക്കാം. LTയിൽ നോക്കുവാണെങ്കിലും 13 ഒരു കൺസോൾട്ടേഷൻ നടന്ന ഒരു ബൈയിങ് ക്യാൻഡിലൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, ഇവിടെ ആയിട്ടുള്ള കൺസോൾട്ടേഷൻ ഇല്ല, വലിയ കൺസോൾട്ടേഷൻ ഇല്ല. അതായത് 1 2 3 ക്യാൻഡിൽസ് ഒക്കെ ഉള്ളു കൺസോൾട്ടേഷൻ എന്ന് പറയാൻ തന്നെ ഉള്ളൊരു ക്യാൻഡിൽ. കൺസോൾട്ടേഷൻ പറയാനുള്ള ഈ രണ്ട് ക്യാൻഡിലൊക്കെ ഒരു പെർഫെക്റ്റ് കൺസോൾട്ടേഷൻ തന്നെ, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയാം. പക്ഷേ ഇത് കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഒരു ബെയറിഷ് ക്യാൻഡിലാണ്, അതുകൊണ്ട് LTയിൽ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഗെയിലിൽ നമുക്ക് എൻട്രി വന്നിട്ടുണ്ട്, നോക്കാം. ഗെയിലിൽ ഇതായി പുട്ടായിട്ടൊരു ബൈയിങ് ക്യാൻഡിൽ, ഗുഡ് ബൈയിങ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇതൊരു കൺസോൾട്ടേഷൻ ഫേസ് ആണ്. ഇതൊരു കൺസോൾട്ടേഷൻ ഫേസ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ ഒരു അറിയാം. മാർക്കറ്റ് സൈഡ് വേസ് ആയിട്ട് ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്തൊരു മാർക്കറ്റാണ്. സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ കൺസോൾട്ടേഷൻ ആയിരുന്നു. അതിൻ്റെ നമുക്ക് വോളിയംസ് നോക്കാം. വോളിയംസും കൂടെ ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. 24 39 16 27 കഴിഞ്ഞിട്ട് 115 ആണ്. ഡബിൾ ദ വോളിയത്തിന് മേളിലുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ 39 40 ഇതൊക്കെയാണ്. 50 പോലും റേഞ്ചില്ല, ഇത് 115 ഉണ്ട്. അപ്പോൾ എന്തായാലും ഡബിൾ ദ വോളിയം ഉണ്ട്. അത് നമുക്ക് ഇത് എന്തായാലും കൺസിഡർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ആവുന്നത്. ജസ്റ്റ് എൻ്റർ പ്ലേസ് ചെയ്യുക. SL വരുമ്പോൾ സ്വിംഗ് ലോ എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെയാണ് സ്വിംഗ് ലോ വരുന്നത്.
1:1 റേഷ്യോയിൽ വന്നിട്ടുണ്ടോ നോക്കാം. സൂപ്പറായിട്ട് 1:1 റേഷ്യോയിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി, ജസ്റ്റ് ഒരു റീടെസ്റ്റ് നടന്നിട്ട് നേരെ 1:1 മൂവ്മെൻറ്റ് 1:1 റേഷ്യോയിൽ നമുക്ക് ഹിറ്റായി. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം എസ് ബി ഐയിലും TCS-ൽ വന്ന TCS-ലല്ല ആക്സിസ് ബാങ്കിലും എസ് ബി ഐയിലൊക്കെ നമ്മൾ എൻട്രി എടുത്തിരുന്നു. പക്ഷേ എന്തുകൊണ്ട് SL ഹിറ്റായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എസ് ബി ഐയിലൊക്കെ എൻട്രി എടുത്തിരുന്നു, പക്ഷേ എന്തുകൊണ്ട് SL ഹിറ്റായെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു ഡബിൾ ദ വോളിയം ഇല്ല, പെർഫെക്റ്റ് ക്യാൻഡിലല്ല. അതേ സെയിം സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്തിട്ടും ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്തത്, പക്ഷേ ഒരു ഇതില്ല. എന്തുകൊണ്ട് നമ്മൾ ഫെയിലായി? നമ്മൾ എല്ലാ ക്രൈറ്റീരിയസും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല. നമ്മുടെ ഒരു എൻട്രി വരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അത് മോഡിഫൈ ചെയ്താൽ അത് പിന്നെ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് ആ സ്ട്രാറ്റജി നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തായാലും സാറ്റിസ്ഫൈ ആയിരിക്കണം ആ സ്ട്രാറ്റജി യൂസ് ചെയ്യുകയാണെങ്കിൽ. ബേസിക്കലി അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു എൻട്രി പക്കയായിട്ട് വർക്ക് ആവത്തുള്ളൂ. എന്തായാലും ഇത്രയാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.